ഹമാസിന്റെ നിരായുധീകരണവും ഇറാന്റെ ഭീഷണിയെ ഇല്ലാതാക്കലും മുഖ്യ അജണ്ടയാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഫ്ലോറിഡ കൂടിക്കാഴ്ച മാർ എലാഖോയിൽ നടന്ന ഉച്ചഭക്ഷണ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ നിരായുധീകരിക്കണമെന്ന് ട്രംപ് ഹമാസിന് താക്കീത് നൽകുകയും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബോംബിടുമെന്ന് ഇറാനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മിക്ക വിഷയങ്ങളിലും തങ്ങൾ വിശാലമായ ധാരണയിലായെന്ന് ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. എന്നാൽ ഗാസയ്ക്കുള്ള US മധ്യസ്ഥതയിലുള്ള സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടം എപ്പോൾ പ്രാബല്യത്തിൽ വരും എന്നതിൽ ഇരുവരും വ്യക്തത വരുത്തിയില്ല. ഹമാസിനെ നിരായുധീകരിക്കുകയോ തുടച്ചു നീക്കപ്പെടുകയോ ചെയ്യണമെന്ന് US പ്രസിഡന്റ് ഊന്നി പറഞ്ഞു. നിരായുധീകരിക്കാൻ അവർക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ നൽകൂ. എന്നാൽ സമ്മതിച്ചതുപോലെ നിരായുധീകരിച്ചില്ലെങ്കിൽ അവർക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചാൽ അത് അവർക്ക് ഭയാനകമായിരിക്കും. നിരായുധീകരിക്കുന്നില്ലെങ്കിൽ ചില രാജ്യങ്ങൾ അവ തുടച്ചു നീക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗാസയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡസൻ കണക്കിന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളോട് അവരുടെ പ്രവർത്തനം 36 മണിക്കൂറിനുള്ളിൽ നിർത്തണമെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ രംഗത്തെത്തി. ഗാസയിൽ സേവനമനുഷ്ഠിക്കുന്ന പലസ്തീനികളുടെയും വിദേശ ജീവനക്കാരുടെയും വ്യക്തിഗത വിവരങ്ങൾ കൈമാറണം എന്ന ഇസ്രായേലിന്റെ കർശനമായ പുതിയ നിബന്ധനകൾ പാലിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ നടപടി. ജനുവരി 1 മുതൽ ഈ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കപ്പെടും. മാർച്ച് 1 ഇവരുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കേണ്ടി വരും. തീവ്രവാദ ബന്ധമില്ലെന്ന് ഉറപ്പുവരുത്താൻ പലസ്തീൻ ജീവനക്കാരുടെ വിവരങ്ങൾ നൽകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം നിരാകരിക്കുകയാണ് സന്നദ്ധ സംഘടനകൾ ചെയ്തത്. സംരക്ഷണ നിയമങ്ങൾക്കും ജീവനക്കാരുടെ സുരക്ഷയ്ക്കും വിരുദ്ധമാണ് എന്നാണ് പല സംഘടനകളും ചൂണ്ടിക്കാട്ടിയത്. ആക്ഷൻ എയ്ഡ്, ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റി, മെഡിസിൻസ് സാൻസ് ഫ്രോണ്ടിയേഴ്സ്, ഓക്സ്ഫാം, കെയർ ഇന്റർനാഷണൽ തുടങ്ങിയ ലോക പ്രശസ്ത സംഘടനകൾ പട്ടികയിലുണ്ട്. ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങി 10 രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിലൂടെ ഇസ്രായേൽ നടപടിക്കെതിരായ തങ്ങളുടെ കടുത്ത ആശങ്ക അറിയിച്ചു. ഗാസയിലെ സാഹചര്യം അങ്ങേയറ്റം ഭയാനകമാണെന്ന് അവർ കുറ്റപ്പെടുത്തി. ഗാസയിലെ മനുഷ്യർ കടുത്ത ദുരിതമാണ് നേരിടുന്നത്. അവിടെയുള്ള മനുഷ്യർ ബഹുഭൂരിപക്ഷവും വീടും മണ്ണും നഷ്ടപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിഞ്ഞു വരുന്നത്. എന്നാൽ കനത്ത മഴയും തണുപ്പും കാരണം ആയിരക്കണക്കിന് ദുരിതാശ്വാസ ടെന്റുകൾ നശിച്ചുപോയി. ഏകദേശം 13 ലക്ഷം ആളുകൾക്ക് അടിയന്തരമായ പാർപ്പിട സഹായം ഗാസയിൽ ആവശ്യമാണ്. 7,40,000-ഓളം ആളുകൾ മലിനജലം മൂലം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. പകുതിയിലധികം ആരോഗ്യ കേന്ദ്രങ്ങളും പ്രവർത്തനരഹിതമാണ്. സന്നദ്ധ സംഘടനകളിൽ ഹമാസ് സംഘങ്ങൾ നുഴഞ്ഞു കയറുന്നത് തടയാനാണ് ഈ നടപടിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. MSF-ലെ 2 ജീവനക്കാർക്ക് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചുവെങ്കിലും സൈനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ തങ്ങൾ ജോലിക്കെടുക്കാറില്ലെന്ന് MSF വ്യക്തമാക്കി. ഏകദേശം 15% സംഘടനകൾ മാത്രമാണ് ഈ നിബന്ധനകൾ ലംഘിച്ചതെന്നും ഇത് ഗാസയിലേക്കുള്ള മൊത്തം സഹായത്തെ ബാധിക്കില്ല എന്നുമാണ് ഇസ്രായേൽ ഏജൻസിയായ COGIT പറയുന്നത്. ഒക്ടോബറിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയിലേക്ക് പൂർണ്ണതോതിൽ സഹായം എത്തിക്കാം എന്നത് ഇസ്രായേൽ സമ്മതിച്ച കാര്യമാണ്. എന്നാൽ ഹമാസ് പൂർണ്ണമായിട്ടും നിരായുധനാകാതെ ഗാസയുടെ 53% ഭാഗത്തു നിന്നും പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ. ഇത് ഗാസയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. അതിനിടെ ചർച്ചയ്ക്കായി ഫ്ലോറിഡയിൽ എത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വാനോളം പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതന്യാഹുവിനെ യുദ്ധകാല പ്രധാനമന്ത്രി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. യുദ്ധകാല പ്രധാനമന്ത്രിയാണ് നെതന്യാഹു. സുദൃഢമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. വളരെ അപകടകരമായ ഒരു കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹം ഇസ്രായേലിനെ കരകയറ്റി. തെറ്റായ ഒരു പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ നിലനിൽക്കുമായിരുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ആയുധങ്ങൾ അടിയറവ് വയ്ക്കില്ലെന്ന് ഹമാസ് ആവർത്തിച്ചു പറയുന്ന സാഹചര്യത്തെ ഏറെ ഭയത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ വർഷം US-ൽ വെച്ച് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടത്തുന്ന 6ാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. വെടിനിർത്തലിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കുന്നതിൽ ഇസ്രായേലും ഹമാസും കാലതാമസം വരുത്തുന്നു എന്ന വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരുടെ ആശങ്കയുടെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.